കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് പുത്തൻ പദ്ധതിയായ മീറ്റ് ദി ലീഡേഴ്സ് പരിപാടിയുമായി ബി.ജെ.പി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മീറ്റ് ദി ലീഡേഴ്സിൽ ബി.ജെ.പി. നേതാക്കളുമായി സംവദിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, എങ്ങനെയാണ് പരിപാടികൾ പുരോഗമിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി. ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മീറ്റ് ദി ലീഡേഴ്സ് എന്നൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവരായിരുന്നു ഈ പരിപാടിയിൽ എത്തിയിരുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് കേന്ദ്രമന്ത്രിയോട് സംസാരിക്കുവാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവർ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയിൽ എത്തിയത് കൊല്ലം സ്വദേശിയായ സന്തോഷ് കുമാർ ആണ്. ആദ്യം ഇവിടെ എത്തി തൻ്റെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയോടും അതോടൊപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനോടും പങ്കുവച്ചത്. അതോടൊപ്പം നിരവധി ആളുകളാണ് ഇവിടെ എത്തിയ അവരുടേതായ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളോട് നേരിട്ട് പറയുന്നത്. ഈ പരിപാടിയിൽ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഈ പരിപാടി ഉണ്ടാവുമെന്നത് തന്നെയാണ് ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടത്. ഉദ്ഘാടന വേളയിൽ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയമായി ഏറ്റെടുത്തുകൊണ്ട് നേരിട്ട് കേട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കാണുക എന്നൊരു ലക്ഷ്യമാണ് ഈ മീറ്റ് ദ ലീഡേഴ്സ് എന്ന പദ്ധതിയിലൂടെ ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്. വിവിധ കേന്ദ്രമന്ത്രിമാർ അതോടൊപ്പം തന്നെ വിവിധ ജനപ്രതിനിധികൾ ഇവിടെ എത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുമെന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, പല പദ്ധതികളും സംസ്ഥാന സർക്കാരുകൾ അവരുടേതാണ് എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുമ്പോഴും പല പദ്ധതികളും കൃത്യമായി ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെയൊക്കെ തന്നെയും മറികടക്കുവാൻ കൃത്യമായി കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ മീറ്റ് ദ ലീഡേഴ്സ് എന്നൊരു പരിപാടിയിലൂടെ ആവിഷ്കരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും നേരിട്ട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് കൊടുക്കുന്ന സമ്മാനം എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. വിഷ്ണു, കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മറുപടി കൂടിയാണ്. നമുക്കറിയാം, കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഒരുപക്ഷെ നിരവധി കേന്ദ്ര പദ്ധതികളാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് പോലും തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ ഇപ്പോൾ ബി.ജെ.പി. നടത്തുന്ന ഈ ഒരു നിർണായകമായൊരു നീക്കം അല്ലെങ്കിൽ മീറ്റ് ലീഡേഴ്സ് എന്നുള്ള ഈ ഒരു പരിപാടിയിലൂടെ നടത്തുന്ന ഈ ഒരു നീക്കം തന്നെ ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഒരുപക്ഷെ ഇത് ഈ ഒരു ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ. ജനകീയമായ എത്രത്തോളം പ്രശ്നപരിഹാരം ജനങ്ങൾക്ക് നേടിക്കൊടുക്കാം എന്നുള്ളൊരു ലക്ഷ്യം കൂടിയല്ലേ ഉള്ളത്. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയമായി ഏറ്റെടുത്ത് അതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പി. മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി പരിഹരിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായത്. അത്തരത്തിലുള്ള ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ ബി.ജെ.പി. തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നരേന്ദ്രമോദി സാറിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മീറ്റ് ദ ലീഡേഴ്സ് ക്യാമ്പയിൻ. അപ്പോൾ എങ്ങനെയാണ് നോക്കി? അതെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും നിയമപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ വരുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ പുതിയ രീതിയിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പല പദ്ധതികളും സാധാരണക്കാർ അറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഹെൽപ്പ് ഡെസ്ക് അതിന് വേണ്ടിയാണ്. ബി.ജെ.പി. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന എല്ലാ വിവരങ്ങളും ജനങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടെയും ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയല്ല, പാർട്ടി ഘടകങ്ങൾ മുഖേനയും ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അറിഞ്ഞില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല.
തീർച്ചയായും വിഷ്ണു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക എന്നത് തന്നെയാണ് ഈ മീറ്റ് ദ ലീഡേഴ്സ് എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണക്കാരായ നിരവധി ആളുകളുടെ ചില പദ്ധതികളും പരിപാടികളും ഒക്കെ തന്നെയും പല രീതിയിലും അട്ടിമറിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളാണെന്ന് പറഞ്ഞ് പിന്നീട് കൊട്ടിഘോഷിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനൊക്കെയുള്ളൊരു മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പിറന്നാൾ ദിവസം ഇത്തരത്തിൽ മീറ്റ് ദ ലീഡേഴ്സ് എന്നൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഇപ്പോൾ ഇതിന് മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത്. വിവിധ ആളുകളുടെ, അതായത് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആളുകളുടെ പരാതികൾ അധികം കേൾക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഈ പരാതികൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാവും എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വിഷ്ണു. ഏതൊരു സാധാരണക്കാരായ ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നത് തന്നെയാണ്. പിന്നീട് അത് പരിശോധിച്ചതിന് ശേഷം കൃത്യമായ പരിഹാരം ഉണ്ടാക്കും എന്നത് തന്നെയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് വിഷ്ണു. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളാണ് മാരാർജി ഭവനിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാനായി. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം സാധ്യമാകണമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും വെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. കൃത്യമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാക്കിയ ആ മുന്നണികൾക്കെതിരെ തന്നെ ശക്തമായ നിലപാടുമായി BJP മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് വരിക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരുപക്ഷെ BJPയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ശക്തി പകരുക എന്നുള്ളൊരു കാര്യം കൂടിയിലുള്ളത്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം മാറാത്തതിനി മാറും എന്നത് തന്നെയാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി കൂടെയുണ്ട് എന്നത് തന്നെയാണ് BJP സർക്കാർ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അതോടൊപ്പം തന്നെ അവർക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ആശയവും എന്ന് പറയുന്നത്. അപ്പോൾ ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി, മാരാർജി ഭവനിലെത്തി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. അത്തരത്തിൽ ഒരു പരിപാടി രാഷ്ട്രീയ ചരിത്രത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് വിഷ്ണു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെക്കിടയിൽ പല പദ്ധതികളുടെയും നേട്ടങ്ങൾ മാത്രം കൊയ്തെടുക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കുന്ന പാർട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അത് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം സ്ഥാപിച്ചുകൊണ്ട് അതിനെ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉറവിടം അല്ലെങ്കിൽ ആ പദ്ധതി ആർക്കാണ് ജനങ്ങളിൽ എത്തിച്ചത്, അത്തരത്തിൽ തുടങ്ങി സുതാര്യമായി ജനങ്ങൾക്ക് ആ വിവരങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഈ മീറ്റ് ദ ലീഡേഴ്സ് എന്ന ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വിഷ്ണു. കൂടാതെ തന്നെ ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഇന്നിവിടെ ഈ കേന്ദ്രമന്ത്രിയെ കാണാൻ എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം മാറാത്തത് ഇനി മാറും എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് മീറ്റ് ദ ലീഡേഴ്സ് കൂടെയുണ്ട് എന്ന ക്യാമ്പയിന് പരിപാടിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി എല്ലാ മാസവും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഉണ്ടാവും. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നത്തിന് ജനകീയമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ് മീറ്റ് ദ ലീഡേഴ്സ് എന്ന പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വിഷ്ണു. കേന്ദ്ര സർക്കാരിൻ്റെ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് പുത്തൻ പദ്ധതിയായ മീറ്റ് ദി ലീഡേഴ്സാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. BJPയുടെ ശക്തമായ നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.